Hi all, welcome to Joe Movie World. DS Ire പടം കണ്ടു. An outstanding horror movie experience. രാഹുൽ സദാശിവൻ ആൻഡ് ഹൊറർ മൂവി കിങ് മേക്കർ എന്ന് വിളിക്കേണ്ടി വരും. ബ്രഹ്മയുഗം, ഭൂതകാലം, ഇപ്പൊ ഈ പടം മൂന്നിലും മൂന്ന് ഡിഫറെന്റ് ലെവൽ ഓഫ് സ്റ്റാൻഡേർഡും ക്വാളിറ്റിയാണ് മൂപ്പർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പടത്തിലേക്ക് വരുമ്പോൾ DS Ire ഇതൊരു ലാറ്റിൻ വേർഡാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്രോധത്തിന്റെ ദിനം അഥവാ അവസാന വിധി ദിവസത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അത് എന്താണെന്ന് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. പടത്തിന്റെ ഒരു കഥ നടക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണവിന്റെ കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ചില ഡിസ്റ്റർബിങ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നിലുള്ള ഉത്തരം തേടിയിട്ടുള്ള ഒരു കാര്യം, ഒരു അന്വേഷണം, അതിലൂടെ ഉണ്ടാകുന്ന പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ പടം. പക്ഷെ പടത്തിന്റെ പ്രസന്റേഷൻ, അതായത് എഡിറ്റിംഗ് വളരെയധികം ടോപ്പാണ്. കാരണം വളരെ ചെറിയൊരു 57 മിനിറ്റിന്റെ രണ്ട് ഹാഫ്, 114 മിനിറ്റ്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട് എഫക്റ്റ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, പെർഫോമൻസ്, ഇതെല്ലാതും അത്യാവശ്യത്തിന് മികച്ചതായിട്ട് വരുമ്പോൾ ഓവറോൾ പ്രൊഡക്റ്റ് ഹെവി ആയിരിക്കും. അതായത് ഒരു നല്ലൊരു ഹൊറർ പടം നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട പടമാണ് DS Ire. ഇതിന്റെ സൗണ്ട് എഫക്റ്റ്, അതായത് നല്ല സൗണ്ട് ക്വാളിറ്റിയിൽ തിയേറ്ററിലാണ് നിങ്ങൾ പോകണമെങ്കിൽ ഇതിൽ പേടിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൗണ്ട് എഫക്റ്റിലൂടെയാണ്. ടെൻഷൻ, അതായത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് പോയിട്ട് എപ്പോഴാണ് ഈ സൗണ്ട് എഫക്റ്റും ഈ ഇങ്ങനത്തെ മൊമെന്റ്സ് വരിക എന്ന് പറയാൻ പറ്റില്ല. അല്ലാണ്ട് യൂഷ്വൽ ടിപ്പിക്കൽ ഈ കോൺചുറിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഹൊറർ പടങ്ങളിലുള്ള പോലത്തെ പ്രേതങ്ങളെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൽ പ്രേതം ഉണ്ടില്ല എന്നല്ല, പക്ഷെ അവരുടെ ഫേസ് കൊണ്ട് അല്ലെങ്കിൽ സ്കെയറി ആയിട്ടുള്ള ഫേസ് കൊണ്ടുള്ള ഒരു ഹൊറർ ഇമ്പാക്റ്റ് അല്ല ഇതില് ടെൻഷനും എന്താണ് സംഭവിക്കുന്നത്, എവിടുന്നാണ് ഇപ്പൊ ചെറിയ ഇങ്ങനെ തലമുടി ഇങ്ങനെ കാറ്റ് വരണ അതടക്കം ഇതിലൊരു സ്കെയറി മൊമെന്റ് പോലെയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ചിത്രീകരിക്കുമ്പോൾ ഇമ്പാക്ട് കിട്ടുന്ന കാര്യം ഒന്ന് പ്രണവിന്റെ പെർഫോമൻസ്, ഈ സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് മിക്സിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ആ സ്ക്രീൻ പ്ലേയിൽ വരുന്ന ടൈറ്റ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ആ ഒരു പ്രസന്റേഷൻ, പിന്നെ ഈ പറയണ ആ ഒരു എന്താ പറയാ മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ്, ഇതെല്ലാം കൂടിയും ചേരുവകളൊക്കെ ഒത്തു വന്നപ്പോൾ നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല ഒരു ഹൊറർ പടങ്ങൾ, അതായത് ഞാൻ പറഞ്ഞില്ല യൂഷ്വൽ ടിപ്പിക്കൽ ഹൊറർ പടം അല്ലാണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഹൊറർ പടങ്ങൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പടം മസ്റ്റ് വാച്ചാണ്. ഇതിൽ പ്രണവിനോട് പ്രണവ് മാത്രമല്ല, ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞിട്ട് മധുസൂദൻ പോറ്റിയുടെ കഥാപാത്രമുണ്ട്. അതും നിങ്ങൾക്ക് പടം കണ്ടാൽ അറിയാം. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കഥാപാത്രമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുടെ റോള് ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. ഇതിൽ കുറേ കഥാപാത്രങ്ങളൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ ഒന്നോ രണ്ടോ സീനിൽ വന്ന് പോവാണ്. അവരടക്കം എന്താ പറയാ വെറുതെ അല്ല അവര് വരുന്നതിൽ നിന്ന് കാണിക്കുന്ന തരത്തിലാണ് അവരുടെ ആ ക്യാരക്ടർ പ്ലേസ് ചെയ്തേക്കുന്നത്. പ്രധാനപരമായിട്ട് 2-3 കഥാപാത്രങ്ങളേ ഉള്ളൂ. പ്രണവ്, ഈ പറഞ്ഞ ജിബിൻ ഗോപിനാഥൻ കഥാപാത്രം, പിന്നെ 1-2 വേറെ കഥാപാത്രങ്ങൾ. ഇവരെ ചുറ്റിപ്പറ്റിയാണ് പടം പോണത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ സ്ലോവിലാണ് പോവുകയാണെങ്കിലും നമുക്ക് ബോറടിക്കില്ല. കാരണം അതാണ് എഡിറ്റിങ്ങിന്റെ മികവ് ഞാൻ പറഞ്ഞത്. കാരണം 57 മിനിറ്റിന്റെ രണ്ട് ഹാഫുകളാണല്ലോ. അപ്പൊ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കഴിയണ പോലത്തെ ഒരു പ്രതീതിയും തോന്നും. പിന്നെ നമുക്ക് കുറേയും കൂടി വേണമെന്ന് തോന്നും. അതാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി. കാരണം ഇനിയും കിട്ടിയ കൊള്ളാം എന്ന് പറയില്ലേ, അതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഹൈലൈറ്റ് ഇതില്. പിന്നെ വേറെ കാര്യം പറയണത്, ഇതിൽ ചില സ്പോയിലേഴ്സ് ഉണ്ട്. നിങ്ങൾ സ്പോയിലേഴ്സ് പറഞ്ഞാൽ തന്നെ പിന്നെ പടം കാണുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോകും. ഭയങ്കര സസ്പെൻസ് തൊട്ട് ഇഷ്ടമൊന്നല്ല ഞാൻ പറയണത്. ചില പ്ലോട്ട് ട്വിസ്റ്റുകൾ, പ്ലോട്ടിൽ വരുന്ന ചില സസ്പെൻസും കാര്യങ്ങളൊക്കെ, അല്ല ടേണിംഗ് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ എഫക്റ്റീവാണ്, വളരെ സൂപ്പറായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. പ്രണവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൽ കുറെ ക്ലോസപ്പ് ഷോട്ടുകളും കുറെ എന്താ പറയാ ഫേസ്, നമുക്ക് ഡയലോഗ് ഇല്ലാണ്ട് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രീതിയിൽ ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പാളിപ്പോവും. നല്ല രീതിയിൽ ആക്ട് ചെയ്താൽ പറ്റി കഴിഞ്ഞാൽ ആള് വളരെ മികച്ച ആളായിട്ട് മാറും. അതിന് ഈ പടം പ്രണവിന് നല്ല ഒരു നല്ലൊരു പുഷ് കൊടുത്തിട്ടുണ്ട്. മൂപ്പരത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ആളുടെ ഒപ്പം നമുക്ക് ആ ടെൻഷൻ നമുക്ക് കിട്ടും. കാരണം ആൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഇപ്പൊ എന്താ ആ ഒരു കൺഫ്യൂഷൻ, ആ ടെൻഷനൊക്കെ ഇല്ലേ, അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ജിബിൻ ആളുടെ കഥാപാത്രം ആയാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രാഹുൽ സദാശിവന്റെ മേക്കിങ്ങും ആ ഒരു മൂഡ് സെറ്റ് ചെയ്തേക്കണതും മ്യൂസിക് പ്ലേസ് ചെയ്തേക്കണതും സൗണ്ട് എഫക്റ്റ് മിക്സ് ചെയ്തേക്കണതും സിനിമാറ്റോഗ്രാഫിക് സെറ്റ് വർക്കും ചില നൈറ്റ് ഷോട്ടുകളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു ഹൊറർ എക്സ്പീരിയൻസ് ആണിത്. സ്പോയിലേഴ്സ് ഇല്ലാണ്ട് നിങ്ങൾ പടം കാണുക.
ആൾക്കാരോട് പറയുമ്പോൾ സ്പോയിലേഴ്സ് നിങ്ങൾ പറയരുത്. നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹൊറർ പടം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾ ഓവർ ഹൈപ്പായിട്ട് ഒരു പടത്തിനെ സമീപിക്കരുത്. നിങ്ങൾ ഓവർ ഹൈപ്പായിട്ട് സമീപിക്കരുത്. ഒരു കുറച്ചെങ്കിലും ഫ്രീ മൈൻഡായിട്ട് പോകണം. ഇപ്പം എല്ലാവരും നല്ല നല്ല അഭിപ്രായം പറഞ്ഞ പടങ്ങൾ കേട്ടിട്ട് നമ്മൾ ഒരു സ്കൈ ലെവൽ പ്രതീക്ഷയായിട്ടൊന്നും നിങ്ങൾ ഏതൊരു പടത്തിനും സമീപിക്കരുത്. കുറച്ച് ഓപ്പൺ മൈൻഡോട് പോവുക. നിങ്ങൾക്ക് ഈ പടം ഹൊറർ പടം ആ ഒരു മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.